ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയത് കണ്ണിൻ്റെ ആയിരുന്നു. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇയറിൻ്റെയാണ്. ഇയർ എന്തിനെ സഹായിക്കുന്നത്? ഹിയർ ചെയ്യാനും അല്ലെങ്കിൽ കേൾക്കാനും അതുപോലെ ബോഡി ബാലൻസിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഹിയർ ഉപയോഗിക്കുന്നത്. അതിൽ മെയിൻ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാറുള്ളത് എക്സ്റ്റേണൽ ഇയേഴ്സ്, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, പിന്നെ ഇന്നർ ഇയറിൽ കാണുന്ന കോക്ലിയനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നുണ്ട്, നമ്മുടെ പുറത്ത് കാണുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പിന്നാന്ന് പറയുന്നത്. പിന്നെ ഓഡിറ്ററി കനാലുണ്ട് വിത്ത് ഹെയേഴ്സ്. ഓഡിറ്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു കനാൽ, അതിൻ്റെ ഉള്ളിൽ ഹെയേഴ്സ് ഉണ്ടായിരിക്കും, ഇയർ വാക്സ് ഉണ്ടായിരിക്കും, പിന്നെ ഇയറിൻ്റെ സെബം ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ചുറ്റിക്കറങ്ങി ടിംപാനി എന്ന് പറഞ്ഞൊരു സെക്കൻഡ്, നമ്മൾ കേൾക്കുന്ന സൗണ്ടിൻ്റെ വൈബ്രേഷനെയാണ് തിമ്പാനിയും മനസ്സിലാക്കിയെടുക്കും. തിമ്പാനിയത്തിലൂടെയാണ് ആ വൈബ്രേഷൻ ട്രാൻസ്ഫർ ആവുന്നത്. ഇനി മിഡിൽ ഇയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ മിഡിൽ ഇയറിൽ കാണുന്ന ഇയർ ഓസിക്കിൾസ് കാണും. മിഡിൽ ഇയറിൽ ഇയർ ഓസിക്കിൾസ് കാണും. ഇയർ ഓസിക്കിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് മെലിക്കസ്, ഇൻകസ്, ടേപ്സ് കൊണ്ടുള്ള ബോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ആ സൗണ്ടിൻ്റെ വൈബ്രേഷൻ അതിലേക്ക് ട്രാൻസ്ഫർ ആവും, നമ്മുടെ ഇയർ ഓസിക്കിൾക്ക് ട്രാൻസ്ഫർ ആവുന്നു. പിന്നെ ഇസ്റ്റജൻ ട്യൂബ് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂബ് നമ്മുടെ മിഡിൽ ഇയറിൽ കാണാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഇയറിനെയും ഫേണക്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഇസ്റ്റജൻ ട്യൂബിൻ്റെ സഹായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രഷറിനും അതുപോലെ തിമ്പാനിയും അതുപോലെ നമ്മുടെ തിമ്പാനിയത്തിൽ നിന്നും അതുപോലെ തന്നെ മ്യൂക്കസും ആൻഡ് ഫ്ലൂയിഡ്സിനൊക്കെ പ്രോപ്പർ പ്രഷറും ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ ഇസ്റ്റജൻ ട്യൂബിൻ്റെ പണി. ഇസ്റ്റജൻ ട്യൂബ് ഹെൽപ്പ് ടു ബാലൻസ് ദ പ്രഷർ ഓൺ ദ ബോത്ത് സൈഡ്. തിമ്പാനിയത്തിൻ്റെയും അതുപോലെ തന്നെ തിമ്പാനിയത്തിൻ്റെ രണ്ട് സൈഡിലും ത്തിൻ്റെ പ്രഷർ, തിമ്പാനിയാണല്ലോ വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പോൾ തിമ്പാനിയത്തിൻ്റെ ബോത്ത് സൈഡിലുള്ള പ്രഷർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ഇസ്റ്റജൻ ട്യൂബ്. അതെന്ന് വെച്ചാൽ മിഡിൽ ഇയറിനെയും ഫേണക്സിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇസ്റ്റജൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പം ഇസ്റ്റജൻ ട്യൂബിൻ്റെ രണ്ട് സൈഡിലുള്ള പ്രഷറും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ മ്യൂക്കസും ഫ്ലൂയിഡിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, അതിൻ്റെ ഫ്ലോയ്ക്കൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഈ ഇസ്റ്റജൻ ട്യൂബ് സഹായിക്കുന്നു. ഇനി ഇൻറ്റേർണൽ ഇയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇൻറ്റേർണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പാർട്ടാണ് കോക്ലിയ. കോക്ലിയയിൽ പെരിലിംത്ത് ഉണ്ട്, എൻഡോലിംത്ത് ഉണ്ട്, പിന്നെ കുറേ ഹെയേഴ്സസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ കോക്ലിയയിൽ കാണാം. പിന്നെ ഓഡിറ്ററി നെർവ്സസും വെസ്റ്റിബ്യൂൾസ് എന്ന് പറഞ്ഞാൽ യൂട്രിസെൽസും അതുപോലെ സാക്യൂളും കൊണ്ട് ഉണ്ടാക്കിയ വെസ്റ്റിബ്യൂൾസും, പിന്നെ അതേപോലെ 3 സെമി സർക്കുലർ കനാൽസും അതുപോലെ വെസ്റ്റിബുലാർ നെർവൊക്കെ നമ്മുടെ ഇൻറ്റേർണൽ ഇയേഴ്സിലാണ് കാണുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഇയേഴ്സിൽ എന്തൊക്കെ കാണാം? പിന്നെ കാണാം, ഓഡിറ്ററി കനാൽ കാണാം, അതുപോലെ തന്നെ ഇസ്റ്റജൻ ട്യൂബ് കാണാം, തിമ്പാനിയം കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ പുറത്തുള്ളൊരു ഇയറിൽ പിന്നെയും കാണാം, ഓഡിറ്ററി കനാലും കാണാം, തിമ്പാനിയും കാണാം. മിഡിൽ ഇയറിൽ എത്തുന്ന സമയത്താണ് നമുക്ക് ഇയർ ഓസിക്കിൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മാലിക്കസ്, ഇൻകസ്, സ്റ്റേപ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇയർ ഓസിക്കിൾസ് നമുക്ക് കാണാം, മിഡിൽ ഇയറിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഇയറിനെയും ഫേണക്സിനെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇസ്റ്റജൻ ട്യൂബ് നമ്മുടെ മിഡിൽ ഇയറിൽ കാണാം. അത് നമ്മുടെ മ്യൂക്കസിൻ്റെയും ഫ്ലൂയിഡിൻ്റെയൊക്കെ ഫ്ലോ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ തിമ്പാനിയാണല്ലോ വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അപ്പോൾ തിമ്പാനിയത്തിൻ്റെ വൈബ്രേഷൻ രണ്ട് സൈഡിലേക്കും ആംപ്ലിഫൈ ചെയ്യാനും ഇത് സഹായിക്കുന്നു. പിന്നെ ഇൻറ്റേർണൽ ഇയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോക്ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെരിലിംത്ത് ഉണ്ട്, എൻഡോലിംത്ത് ഉണ്ട്, പിന്നെ അതേപോലെ റിസപ്റ്റഡ് ഹെയർ സെൽസസ് ഉണ്ട്. പിന്നെ അതേപോലെ ഓഡിറ്ററി നെർവ് എന്നാണ് നമുക്ക് ബ്രെയിനിലേക്ക് എത്തണത്. ഇന്ന സാധനമാണ് നമ്മൾ കേട്ടതെന്ന് ബ്രെയിനിലേക്ക് എത്തുന്നത് ഓഡിറ്ററി നെർവ് വഴിയാണ്. പിന്നെ വെസ്റ്റിബ്യൂൾസ്, യൂട്രിസെൽസും അതുപോലെ സാക്കുലയും കൊണ്ട് ഉണ്ടാക്കിയ വെസ്റ്റിബ്യൂൾസസ് ഉണ്ട്. അതുപോലെ സെമി സർക്കുലർ കനാൽസസ് ഉണ്ട്, വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്. ഓക്കെ. ദെൻ കോക്ലിയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അപ്പർ ആൻഡ് ലോവർ ചേംബർ ആർ ഫിൽഡ് വിത്ത് പെരിലിംത്ത്. അപ്പർ ചേംബറും ലോവർ ചേംബറും എന്തുകൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കോക്ലിയയുടെ മോൾ ഭാഗവും താഴ്ഭാഗം എന്തുകൊണ്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? പെരിലിംത്ത് കൊണ്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ദെൻ മിഡിൽ ചേംബർ എൻഡോലിംത്ത് കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പർ ഭാഗവും ലോവർ ഭാഗവും പെരിലിംത്ത് കൊണ്ടും മിഡിൽ ചേംബർ എൻഡോലിംത്ത് കൊണ്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ദ ഓർഗൺ ഓഫ് കോട്ടെ എന്ന് പറയുന്നു വിത്ത് ദ ഓഡിറ്ററി റിസപ്റ്റർ ആർ പ്രസൻറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബേസുലാർ മെംബ്രൻസസ് ബിറ്റ്വീൻ ദ മിഡിൽ ആൻഡ് ലോവർ ചേംബർ. മിഡിലിൻ്റെയും ലോവർ ചേംബറിലും ഇടയിലായിട്ട് ബേസുലാർ മെംബ്രൻസ് ഉണ്ട്. അതിൽ ഓർഗൺ ഓഫ് കോത്തി എന്ന് വെച്ചാൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ സഹായിക്കുന്ന ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ഉള്ളിൽ ഓർഗൺ ഓഫ് കോട്ടിയിൽ നമുക്ക് കാണാം. കോക്ലിയയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറിങ്ങും അതുപോലെ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വെസ്റ്റിബുലാർ സിസ്റ്റം.
അപ്പോൾ നമ്മൾ ഇയറിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു ഇയർ ഹിയർ ചെയ്യാനും അതുപോലെ ബോഡി ബാലൻസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഇയേഴ്സിൽ നമുക്ക് പിന്നെ കാണാം, ഓഡിറ്ററി കനാൽ കാണാം, ടിമ്പാനിയം കാണാം. അതിലൊക്കെ നമ്മുടെ വൈബ്രേഷൻ, നമ്മൾ കേൾക്കുന്ന സൗണ്ടിൻ്റെ വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഈ പിന്നെയും അതുപോലെ ഓഡിറ്ററി കനാലും അതുപോലെ ടിമ്പാനിയും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മിഡിൽ ഇയറിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് കാണുന്ന ഓർഗൻസാണ് ഇയറോസിക്കിൾസസ്, ഈസ്റ്റജൻ ട്യൂബ്യൂൾ. അപ്പോൾ ഈ ഇയറോസിക്കിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് മാരിറ്റസ് ഇൻകസ് ടേപ്സ് കൊണ്ടുള്ള ബോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഇയറോസിക്കിൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് ഈസ്റ്റജൻ ട്യൂബ്യൂൾ. ഈസ്റ്റജൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ടിമ്പാനിയത്തിൻ്റെ ഉള്ളിലുള്ള പ്രഷർ, രണ്ട് സൈഡിലുള്ള ടിമ്പാനിയത്തിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മ്യൂക്കസിൻ്റെയും ഫ്ലൂയിഡിൻ്റെയും ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യാനുമാണ് ഈ മിഡിൽ ഇയർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻറ്റേർണൽ ഇയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോക്ലിയയുടെ ഉള്ളിൽ പെരിലിംത് ഉണ്ട്, എൻഡോലിംത് ഉണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്, ഹെയർ സെൽസസ് ഉണ്ട്, പിന്നെ നമ്മുടെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്ററി നെർവ് ഉണ്ട്, വെസ്റ്റിബ്യൂൾ ഉണ്ട്. വെസ്റ്റിബ്യൂളിൻ്റെ സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് വെസ്റ്റിബ്യൂൾ സഹായിക്കുന്നത്. പിന്നെ അതുപോലെ 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, വെസ്റ്റിബുലർ നെർവ് ഉണ്ട്. അതൊക്കെ എന്തുണ്ട് നമ്മുടെ ഇന്നർ ഇയറിൽ കാണാം. ഇനി കോക്ലിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പറും ലോവർ ചേമ്പറും ഫില്ല് ചെയ്തിരിക്കുന്നത് പെരിലിംത് കൊണ്ടും മിഡിൽ ചേമ്പർ ഫില്ല് ചെയ്തിരിക്കുന്നത് എൻഡോലിംത് കൊണ്ടാണ്. പിന്നെ ഓർഗൺ ഓഫ് കോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കൊണ്ടാണ്, ബേസിലാർ മെമ്പറൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോക്ലിയ എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഹിയർ ചെയ്യാനും അതുപോലെ വെസ്റ്റിബുലാർ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ബാക്കി നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണാം. ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.